ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, വിഷ്ണു അച്ഛാ, ഇതെന്തപ്പത്? ഇതെന്തത്? ഇതെന്താ വേഷമൊക്കെ ഇട്ടിട്ട്? അല്ല ഇതെന്ത് കണ്ണടയാ? ഇതൊക്കെ സ്റ്റൈലല്ലേ? ഈ അച്ഛനൊന്നും അറിഞ്ഞൂടാ. എന്നാലും എന്റെ അമ്മോ, ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് ചെന്ന് ഏടത്തേമോട് ചോദിച്ചാ മതി. പറഞ്ഞ് നല്ല വിശദമാക്കി തരും. പോടാവിടുന്ന്. എനിക്ക് വേറെ പരിപാടിയുള്ളതാ. അവന്റെ ടൂറ്. എവിടേക്കാണ്? അവിടെ നിൽക്കാശാനെ. എന്ത് പരിപാടിയാ? നീ ചവിട്ടാടം വല്ലതും കളിക്കാൻ പോവാന്നോ? എടാ, വല്ലപ്പോഴും ഒക്കെ ഇതുപോലുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോണം. ആ കുട്ടികൾക്കൊന്ന് സന്തോഷമാവട്ടടാ. അച്ഛാ, അത് പിന്നെ അച്ഛാ ഓട്ടം പറഞ്ഞ പോവായിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ. പിന്നെ ഒരു പിന്നെ ഇല്ല. എടാ മോനെ, നിന്റെ ജീവിതത്തില് എപ്പോഴെങ്കിലും നിനക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടോ? നീയും ശാലിനിയും തമ്മില് സന്തോഷത്തോടെ ഒന്നിച്ചൊരു യാത്ര എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നും പ്രശ്നങ്ങൾ തന്നെ. എടാ, എല്ലാ കാര്യങ്ങളും ഭാര്യമാര് തുറന്നു പറയുന്നു കരുതണ്ട. നമ്മളത് അറിഞ്ഞു തന്നെ ചെയ്യേണ്ടതേ. നിന്റെ ഭാഗത്ത് ഇങ്ങനെ നീക്കം ഉണ്ടാകാത്തതുകൊണ്ടാ ആ കൊച്ചു മുൻകൈ എടുത്ത് ഇത് പറഞ്ഞത്. അതുകൊണ്ടേ ഞാൻ പറയുന്നത് നീ പോവന്നെ വേണം കേട്ടോ. അതല്ല അച്ഛാ, എനിക്ക് ഓട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആശാൻ, ഓട്ടോ ഒക്കെ 1-2 ദിവസം ഓടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആശാൻ വാ വാ. ഒന്നുമില്ല ആശാനെ, ഒന്നുമില്ല. ആശാൻ വന്നേ. ഇട നീ എന്തോന്നീ പറയണേ? ഞാൻ ഡ്രസ് ഒന്നും എടുത്തിട്ടില്ലടാ. ഒന്നുമില്ല ആശാനെ. ഇടന്നിങ്ങനെ പെട്ടെന്ന് പറഞ്ഞ പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ. എടാ, അതെ, എന്നെ വീട്ടിലാക്കിട്ട് വേണം പോവാൻ. അച്ഛനെ എന്നാ വിട്ടോ. അച്ഛാ, വണ്ടിയുടെ കീ അതിലുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചോളാ. നീ പോയിട്ട് വാ, പോയി അടിച്ചു വിളിച്ചിട്ട് വാ. ശരി എന്നാ. പപ്പി, നമുക്ക് അടിച്ചു പൊളിക്കണം കേട്ടോ. പിന്നല്ലാതെ നമ്മൾ തകർക്കില്ലേ? ആ അതെ, കൊറേ നേരം യാത്ര ചെയ്യണ്ടല്ലേ. ഇത് കുടിച്ചേ പറ്റൂ. എനിക്ക് വേണ്ട ശാരദ അമ്മേ. അതൊന്നും പറഞ്ഞാ പറ്റൂല. രണ്ടുപേരും ഓരോ കവിള് വീതം കുടിച്ചാ മതി. ഞങ്ങക്ക് വേണ്ട. അതെ, ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കുടിച്ചോളാം. അതല്ലേ അതിന്റെ ഒരു രസം. ഓ, അത് ശരി. ഇപ്പൊ അങ്ങനെയായോ? എന്തായാലും ശാരദാമ്മയുടെ സമാധാനത്തിന് ഓരോ കവിള് കുടിച്ചാ മതി. ദാ കുടിച്ചേ. ആ അപ്പൊ ദേ, ഒറ്റയ്ക്കൊന്നും നടക്കരുത്. അച്ഛനും അമ്മയും ഇല്ലാതെ ഒരിടത്തും പോരുത്. ഇതൊക്കെ കൊറേ നേരമായി പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ ശാരദ അമ്മേ? ആ പിന്നെ വെള്ളച്ചാട്ടത്തിലൊന്നും ഇറങ്ങില്ലെന്നല്ലേ ഇതും പറഞ്ഞതാ. ടൂറിന്റെ കാര്യം പറഞ്ഞതോടാണ് ക്ഷീണമൊക്കെ അങ്ങ് മാറി. അത് തന്നെ ഭാഗ്യം. വേഗം കുടിച്ചേ, രണ്ടുപേരും അങ്ങോട്ട് പോണ്ടേ. അനു, എന്തെങ്കിലും അത്യാവശ്യ കാര്യം മറ്റോ ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യോ മെസ്സേജ് ഇടുകയോ ചെയ്യണം. മാഡം, ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഒരു പ്രശ്നമുണ്ട്. ഫോണില് റേഞ്ച് കിട്ടില്ല. എന്തെങ്കിലും വിവരങ്ങൾ പാസ് ചെയ്യേണ്ടി വന്നാ ആ റിസോർട്ടിൽ പറഞ്ഞാൽ മതി. അവരെന്നെ അറിയിച്ചോളും. ശരിയെന്നോ? ഓക്കെ മാഡം, നല്ലൊരു യാത്ര ആശംസിക്കുന്നു. താങ്ക് യു. ഹായ് അച്ഛൻ. അച്ഛാ, വിഷ്ണു അച്ഛാ, ഇതെന്തപ്പത്? ഇതെന്തത്? ഇതെന്താ വേഷമൊക്കെ ഇട്ടിട്ട്? അല്ല ഇതെന്ത് കണ്ണടയാ? ഇതൊക്കെ സ്റ്റൈലല്ലേ? ഈ അച്ഛനൊന്നും അറിഞ്ഞൂടാ. എന്നാലും എന്റെ അമ്മോ,
നമ്മൾ പൊന്മുടിക്കല്ലേ പോകുന്നേ? ആണാ അതിനു മുമ്പ് വാട്ടർ പാർക്കിലും കേറുന്നുണ്ട്. ആണാ ആ ഇതൊക്കെ ഞാനേ ഇപ്പഴാ അറിയണേ. എന്റെ ശാലിനി ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണ്ടെങ്കിൽ എന്നോട് മുൻകൂട്ടി പറയണ്ടേ? എനിക്കാണെങ്കിൽ ഓട്ടം ഉള്ളതായിരുന്നേ. രാവിലെ ആണെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബേഷായിട്ട് കിട്ടുകയും ചെയ്തു. അല്ല പിന്നെ അനു റൂമിന്റെ കാര്യങ്ങളൊക്കെ കൺഫേം ആക്കിയിട്ട് വിഷ്ണുട്ടന്റെ അടുത്ത് പറയാന്നാ കരുതിയേ. പിന്നെ എല്ലാം റെഡിയായിട്ട് വന്നപ്പോ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അല്ല പിന്നെ ഇന്നലെ ഒറ്റ രാത്രിയിലെ ആലോചനയിലാണല്ലോ ഇങ്ങനെ ഒരു യാത്രയുടെ ഒരുക്കം തന്നെ ഉണ്ടായത്. അതിനിതേ ഈ അമ്മയെടുത്താ നന്ദി പറയേണ്ടത്. അല്ല ഇതറിഞ്ഞപ്പോ മുതല് മക്കളുടെ സന്തോഷം കണ്ടോ നിങ്ങള്? ഇവരുടെ സന്തോഷം കാണാനല്ലേ മോനെ നമ്മളൊക്കെ ജീവിക്കുന്നത്. അത് ശരിയാ. ഇവര് കുട്ടികൾക്ക് മാത്രമല്ല, ഒപ്പം ഞങ്ങൾ മുതിർന്നവരും കുറച്ച് സന്തോഷിക്കും അല്ലേ? ഭാഗ്യം. അല്ല ഈ കളക്ടർ ഇങ്ങനെ ടൂർ പോകുന്നല്ലേ പ്രോട്ടോകോൾ അനുസരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നമുക്കേ ഇറങ്ങാൻ നോക്കാം. സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കണം. അല്ല കുറച്ച് മാറാനുള്ള ഡ്രസ് അല്ലാതെ വേറൊന്നും കൊണ്ടുപോകല്ലോ. വിശ്രമ സമയങ്ങൾ ആനന്ദകരമാക്കാൻ ട്രാവൽ 10. അത് ശരി. അപ്പൊ എല്ലാം കരുതിയിട്ടുള്ള യാത്രയിലാണ് അമ്മയും മക്കളും അല്ലേ? പിന്നല്ലാതെ. ആ വിഷ്ണുട്ടന്റെ ഡ്രസ്സൊക്കെ പാക്ഡാ. വാ മാറിയിട്ട് പോ. അയ്യോ വേണ്ട 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 വേണ്ട, തൽക്കാലം അതൊക്കെ മതി. പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാര്യമില്ലേ, അത് അവിടെ ചെന്ന അപ്പ നോക്കാം അല്ലടാ. ഇത് കുറച്ച് നേരത്തെ വേണമായിരുന്നു എനിക്കിപ്പോ തോന്നുന്നു. എന്തായാലും ഇതുപോലുള്ള യാത്ര ഇടയ്ക്ക് വേണം അല്ലേ അമ്മേ? അടുത്ത തവണ പോകുമ്പോ അമ്മയും പോരണം. ഓ അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. നിങ്ങളിപ്പോ പോയിട്ട് വാ. നോക്കി നിക്കാതെ ഒന്നൊന്ന് ഹെൽപ്പ് ചെയ്യും മാഷെ. അത് പറയേണ്ടത് പിന്നെ പറയാത്തോണ്ട. ഇത് കൊറേണ്ടല്ലോ. എന്റെ അമ്മ ഇതെന്തൊരു വെയിറ്റത്? നമ്മളിങ്ങോട്ട് തിരിച്ചു വരുന്നില്ലേ? തൽക്കാലം അങ്ങെടുത്ത് പൊക്ക. എന്റെ അമ്മ നിങ്ങൾ രണ്ടുപേരും കൂടി നോക്കി നോട്ടോ. കളെ നോക്കി കഥ അച്ഛനെ സഹായിക്കടാ. എന്റെ അമ്മ ഞാൻ വെക്കണോ? എല്ലാം പറഞ്ഞാലേ ചെയ്യുന്നില്ലേ പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല. അതെ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഒരിടത്തോട്ടും പോരുത് കേട്ടോ. സൂക്ഷിച്ചു പോണം. ശരി ശാരദാമ്മേ. അമ്മ പോയിട്ട് വരട്ടെ. ശരി മോളെ. ശാരദാമ്മേ പോയിട്ട് വരാവേ. ശാരദാമ്മയ്ക്ക് വരുമ്പോ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാട്ടോ. ശരി ആയിക്കോട്ടെ. ചെലപ്പോ മറന്നു മറന്നാ അടിയിട്ടു. കേറി കേറി ശാരദാമ്മ പോയിട്ട് വരാം. ശരി മക്കളെ പോയിട്ട് വരാമേ. പോയിട്ട് വാ.